എല്ലാവർക്കും നമസ്കാരം. 2018 55,000 ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിരിക്കുന്നത്. അത് 2019 ആകുമ്പോൾ 1,30,000 ഇലക്ട്രിക് വെഹിക്കിൾസ് ആവും. ഇനി 2020 ഡേറ്റ നോക്കുകയാണെങ്കിൽ 3.8 lakhs ഇലക്ട്രിക് വെഹിക്കിൾസ് ഇന്ത്യയിൽ വിറ്റിട്ടുണ്ട്. അതിനർത്ഥം 2 വർഷത്തിനകത്ത് തന്നെ വെറും 55,000 വിറ്റുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം നമ്മൾ 3.8 lakhsiലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ത്യൻ ഇലക്ട്രോണിക് ആൻഡ് സെമി കണ്ടക്ടർ അസോസിയേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2026 നമ്മൾ 63 lakhs ടച്ച് ചെയ്യും ഈ നമ്പർ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 3 ലക്ഷം ഇലക്ട്രിക് കാർ സെയിൽസ്, ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസ് വിറ്റുകൊണ്ടിരിക്കുന്ന നമ്മൾ 2026 63 ലക്ഷം വിൽക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഈ ഒരു സെഗ്മെന്റ്, ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റ് ഗ്രോ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ ആ ഗ്രോത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എടുത്തു വെക്കേണ്ട മൾട്ടി ബാഗർ സ്റ്റോക്സ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഡിസ്കഷൻ പോയിന്റ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഭയങ്കരമായ ഒരു ബൂം വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ലിത്തിയം ബാറ്ററീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൾട്ടി ബാഗേഴ്സ് എന്ന് പറയുന്ന ആ ലിത്തിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസിനെ ബേസ് ചെയ്ത് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തോമസ് വർഗീസ് എന്നാണ്. ഈ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കണ്ടന്റ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നാണ് ഈ പറയുന്ന എക്കണോമി അല്ലെങ്കിൽ സ്റ്റോക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് ഡെഫിനറ്റ്ലി നിങ്ങൾ കാണുക. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി വീഡിയോ അല്ല. ഇത് ടോട്ടലി എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതെന്ന് റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി വീഡിയോ അല്ല. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഗ്രോത്ത് സ്റ്റോറിയുടെ മൾട്ടി ബാഗർ സ്റ്റോക്കിനകത്ത് ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അമർ രാജ ബാറ്ററിയാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആമറോൺ ബാറ്ററി എന്ന് പറയുന്ന വളരെ അഡ്വർടൈസ്മെന്റ്സിലൂടെ വളരെ ഫേമസ് ആയിരിക്കുന്ന ആമറോൺ ബാറ്ററിയുടെ പേരന്റ് കമ്പനിയാണ് അമർ രാജ ബാറ്ററീസ് എന്ന് പറയുന്നത്. 1985 ഇന്ത്യയിൽ ഓപ്പറേഷൻസ് തുടങ്ങിയ അമർ രാജ ബാറ്ററി ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഓട്ടോമൊബൈൽ കമ്പനീസ് ആയിട്ട് സോളിഡ് ആയിട്ട് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഓട്ടോമൊബൈൽ കമ്പനീസിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഫോർഡ് ഇന്ത്യ, ഹോണ്ട, ഹ്യുണ്ടായി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, സുസുക്കി, അശോക് ലേലൻഡ്, ടാറ്റ മോട്ടോഴ്സ്, ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിൾസ്, ബജാജ് ഓട്ടോമൊബൈൽ, അങ്ങനെ എല്ലാം ഒരുമാതിരിപ്പെട്ട നമുക്കറിയാവുന്ന എല്ലാ കമ്പനീസ് ആയിട്ടും അമർ രാജ ബാറ്ററി ടൈഡപ്പ് ആണ്. വളരെ സോളിഡ് ആയിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും അമർ രാജ ബാറ്ററിക്ക് ഓൾറെഡി ഉണ്ട്. ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് ഓട്ടോമൊബൈൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അമർ രാജ ബാറ്ററി എന്ന് പറയുന്നത്. അമർ രാജ ബാറ്ററിയുടെ കറന്റ് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 994 rupees ആണ്. അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 661 crores ആണ്. ഇനി അവരുടെ പി റേഷ്യോ നോക്കുകയാണെങ്കിൽ, പി റേഷ്യോ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് പി റേഷ്യോ എന്നുള്ളത് അറിയാത്തവർ ജസ്റ്റ് കമന്റ് ചെയ്യാൻ, ഞാൻ അതിനകത്ത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പി റേഷ്യോ നോക്കുകയാണെങ്കിൽ 29.3 ആണ്. ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി പി റേഷ്യോ ഓൾറെഡി 46 നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ അമർ രാജ ബാറ്ററീസ് ഇൻഡസ്ട്രി പി റേഷ്യോയുടെ ഒത്തിരി താഴെയാണ് നിൽക്കുന്നത്. അവിടെ തന്നെ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി അമർ രാജ ബാറ്ററീസിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡെറ്റ്, കടങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു കമ്പനിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് അമർ രാജ ബാറ്ററിനെ വിളിക്കാം. 0.02 ആണ് അമർ രാജ ബാറ്ററിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടെ കുറയെ എന്ത് ചെയ്താലും അമർ രാജ ബാറ്ററിക്ക് ഒരു പ്രശ്നം വരാമെന്നില്ല, കാരണം കടം വളരെ കുറവാണ്. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 28% നമ്മുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നമുക്കുള്ളത്, അമർ രാജ ബാറ്ററിക്ക് ഉള്ളത്. ഇനി ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 24% പ്രൊമോട്ടേഴ്സ് റിഡ്യൂസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടുതലും മ്യൂച്വൽ ഫണ്ട്സും അങ്ങനെ കമ്പനീസ് ബൈ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സും പിന്നെ സെബി റെഗുലേഷൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറയ്ക്കണം എന്ന് പറയുന്ന റെഗുലേഷൻ ആവാം അതിന്റെ കാരണം. ഇനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അമർ രാജ ബാറ്ററീസിന് നോക്കുകയാണെങ്കിൽ 16,000 crores ആണ്. അപ്പോൾ 16,000 crores മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ബാറ്ററി സെഗ്മെന്റിൽ വൺ ഓഫ് ദ ലീഡേഴ്സ് ആണ് അമർ രാജ ബാറ്ററി. ഇവർക്ക് ലിത്തിയം ബാറ്ററി മാനുഫാക്ചർ ചെയ്യാനുള്ള അപ്രൂവ്ഡ് ഓൾറെഡി ISRO 2017 കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൾട്ടി ബാഗർ സ്റ്റോക്ക് എന്ന് പറയുന്നത് അമർ രാജ ബാറ്ററിയാണ്. ഇനി രണ്ടാമത്തെ മൾട്ടി ബാഗർ എന്ന് പറയുന്നത് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ 1947 എക്സൈഡ് ഇൻഡസ്ട്രീസ് ശരിക്കും കമ്പനി ഫോം ചെയ്യുന്നത്. അതിന്റെ നിലവിൽ ഷെയർ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 198 rupees ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അമർ രാജ ബാറ്ററി പോലെ തന്നെ ഇതിനും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 16,000 crores ഉണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കി 16,000 crores ഉള്ള അമർ രാജ ബാറ്ററിയുടെ ഷെയർ പ്രൈസ് 900+ ആണ്. പക്ഷെ അതേ സമയത്ത് 16,000 crores ഉള്ള എക്സൈഡ് ഇൻഡസ്ട്രിയുടെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് വെറും 198 rupees ഉള്ളൂ. എക്സൈഡ് ഇൻഡസ്ട്രീസിന്റെ പി റേഷ്യോ എന്ന് പറയുന്നത് 27 ആണ്.
27 എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡസ്ട്രി PE റേഷ്യോ ഓൾറെഡി 46 ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടുന്ന് ഒത്തിരി കട്ടാണ് എക്സൈഡ് ഇൻഡസ്ട്രീസും, സെയിം അമർരാജ പോലെ തന്നെ. ഇനി നമുക്ക് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എത്രയാണെന്ന് മനസ്സിലാക്കാം. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ അമർരാജ ബാറ്ററി പോലെ തന്നെ എക്സൈഡ് ബാറ്ററീസിനും എക്സൈഡ് ഇൻഡസ്ട്രീസിനും ഓൾമോസ്റ്റ് ഡെറ്റ് ഇല്ല, കടമില്ലാത്ത അവസ്ഥയാണ്. 0.07 ആണ് നമ്മുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് എക്സൈഡ് ഇൻഡസ്ട്രീസ് സ്കോർ ചെയ്യുന്നുണ്ട്. ഇനി ജോഗ്രഫി നോക്കി എക്സൈഡ് ഇൻഡസ്ട്രീസ് എവിടെ നിന്നൊക്കെയാണ് ബിസിനസ് ചെയ്യണമെന്ന് നോക്കിയാൽ 93% ബിസിനസ് എക്സൈഡ് ഇൻഡസ്ട്രീസിന് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ബാക്കി 7% ആണ് പുറത്തുനിന്ന് വരുന്നുള്ളൂ. ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്പർ 1 ടൂ വീലർ മാർക്കറ്റായി എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ അത് വളരെ വളരെ സ്ട്രോങ് പോയിന്റ് ആണ് എക്സൈഡ് ഇൻഡസ്ട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ. എക്സൈഡ് ഇൻഡസ്ട്രീസിന്റെ അടുത്ത കാര്യം എന്ന് പറയുന്നത് അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. അവരുടെ പ്രൊമോട്ടേഴ്സ് തന്നെയാണ് അവരുടെ ഏറ്റവും ഹയസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ്. അത് 46%ലാണ് ഇന്ന് നിൽക്കുന്നത്. അത് വളരെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. കാരണം പ്രൊമോട്ടേഴ്സിന് വിശ്വാസമുള്ള കമ്പനിയിൽ അവർ കൂടുതൽ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 46% എക്സൈഡ് ഇൻഡസ്ട്രീസിന് നല്ലൊരു ഫിഗർ ആണ്. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടി നോക്കാൻ പോകുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. 16,500 crores ആണ് ഓൾമോസ്റ്റ് എക്സൈഡ് ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ അമർരാജ ബാറ്ററിയുടെയും എക്സൈഡ് ഇൻഡസ്ട്രിയുടെയും കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ എക്സൈഡ് ഇൻഡസ്ട്രിയുടെ ഷെയർ പ്രൈസ് ഒത്തിരി കുറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ എക്സൈഡ് ഇൻഡസ്ട്രീസിനും അമർരാജ ബാറ്ററീസിനും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഷെയർസ് നമുക്ക് 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അമർരാജ ബാറ്ററി നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ എക്സൈഡ് ഇൻഡസ്ട്രീസ് നമുക്ക് ക്ലോസ് ടു 8 കിട്ടും. അതുവരെ ഉണ്ട്. പ്രൈസ് കുറവാണ് എക്സൈഡ് ഇൻഡസ്ട്രീസിൽ. അപ്പോൾ വാല്യുവേഷൻ പെർസെ ഷെയർ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ എക്സൈഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും അമർരാജനേക്കാളും ഇച്ചിരി കൂടി സ്കോർ ചെയ്യുന്നത്. പക്ഷേ ഇത് രണ്ടും ഒരു മൾട്ടി ബാഗറായി മാറാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ മൾട്ടി ബാഗർ ചെയ്താൽ നോക്കാം. അതാണ് ടാറ്റ പവർ. ഈ ലിത്തിയം ബാറ്ററി വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ചാർജിങ് പോയിന്റ്സും ഒരു വലിയൊരു ഫാക്ടറാണ്. ഇൻഫാക്ട് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഏറ്റവും വലിയ ചാലഞ്ചാണ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ചാർജിങ് പോയിന്റ്സ് ഇല്ല എന്ന് പറയുന്നത്. അത് കവർ ചെയ്തുകൊണ്ടാണ് ടാറ്റ പവർ ഇവിടെ വരാൻ പോകുന്നത്. ടാറ്റ പവറിന് ഓൾറെഡി 180ഓളം ചാർജിങ് പോയിന്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് അക്രോസ് ദ കൺട്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ നോക്കുന്നത് 1500ഓളം ചാർജിങ് പോയിന്റ്സ് സെറ്റ് ചെയ്യാനാണ്. ഇതിനകത്ത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ IOCയും HPCLലും ഓൾറെഡി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം IOCയിലും HPCL പോലത്തെ പെട്രോൾ കൊടുക്കുന്ന കമ്പനി, നമ്മുടെ പെട്രോൾ പമ്പ്സ് ഉണ്ടല്ലോ, അവിടെ ഓൾറെഡി ചാർജിങ് പോയിന്റ്സ് സെറ്റ് ചെയ്യാനുള്ള അണ്ടർസ്റ്റാൻഡിംഗ് MOU ഓൾറെഡി ടാറ്റ പവറിന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും എക്സ്പോണൻഷ്യലായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റിയ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നതുകൊണ്ട് ടാറ്റ പവറിന് വളരെ ഹെവിയാണ്. 10,800 മെഗാവാട്ട്സോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ടാറ്റ പവർ എന്ന് പറയുന്ന കമ്പനിയുടെ 32% പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ക്ലീൻ എനർജിയിലൂടെ, അതായത് വിൻഡിലും സോളാറിലൂടെയാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്കോറിംഗ് ഏരിയയാണ് ടാറ്റ പവറിന്. ഇനി നമുക്ക് ടാറ്റ പവറിന് കുറച്ച് ഫൈനാൻഷ്യൽ ഡേറ്റയിലേക്ക് കിടക്കാം. അതായത് അതിന്റെ കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് 82 രൂപയാണ്. ഈ ടാറ്റ പവറിന്റെ PE പ്രൈസ് ഏർണിങ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 24 ഉണ്ട്. 24 എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡസ്ട്രി PE നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ഹൈ ആയിട്ട് കാണാൻ പറ്റും. എന്നാലും അതിന്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് വെറും 82 എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ഫിഗർ ആണ്. അതുപോലെ ടാറ്റ പവറിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 26,000 crores ആണ്. 26,000 crores മാർക്കറ്റ് ഷെയർ ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് വെറും 82 എന്ന് പറയുന്നത് എന്തായാലും അട്രാക്റ്റീവ് ആണ്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. 46.8% ഷെയർ ഹോൾഡിംഗ് കയ്യിലിരിക്കുന്ന പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ തന്നെയാണ്. അതിൽ കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ കാണാൻ പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ട്സിന്റെയും FIIസിന്റെയും പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ അധികമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ പവർ കഴിഞ്ഞൊരു 2 months ആയിട്ട് ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺസ് കൊടുത്തിരിക്കുന്ന വൺ ഓഫ് ദ സ്റ്റോക്സ് ആണ്. അപ്പോൾ നമ്മുടെ തേർഡ് മൾട്ടി ബാഗർ എന്ന് പറയുന്നത് ടാറ്റ പവർ ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും ശക്തമായിട്ടും വിശ്വസിക്കാം ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നതോടുകൂടി ആ മാർക്കറ്റ് ഷെയർ ഇന്ത്യയിൽ കൂടുന്നതോടുകൂടി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു ചേഞ്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ 10 വർഷം കഴിഞ്ഞ് ഇലക്ട്രിക് വെഹിക്കിൾസ് വളരെ വളരെ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോക്കകത്ത് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് എത്ര ഉണ്ടാക്കി എന്നുള്ളത് വളരെ വലിയൊരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് തന്നെ സോൾവ് ചെയ്ത് സെൻസിബിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡെഫിനറ്റ്ലി എന്തായാലും ഈ ചാനലിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഒത്തിരി നല്ല രസകരമായ കാര്യങ്ങൾ വീക്കെൻഡ്സിലും പറ്റുന്ന രീതിയിലുള്ള വീക്കെൻഡ്സിലും അറ്റ് ദ സെയിം ടൈം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് വീക്ക് ഡേയ്സിലും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ബൈ.